10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ വാങ്ക എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Question 1. On the basis of your reading of the first 2 paragraphs of the story, complete the following table. ഇവിടെ നമുക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ എഴുതി പൂർത്തീകരിക്കേണ്ടതുണ്ട്. വാങ്ക എന്നുള്ള ഈ കഥയുടെ ആദ്യ 2 പാരഗ്രാഫ് വായിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ടേബിൾ പൂർത്തീകരിക്കേണ്ടത്. ആദ്യം പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി, കഥയുടെ പ്രധാന കഥാപാത്രം, പ്രൊട്ടാഗണിസ്റ്റ് അഥവാ സെൻട്രൽ ക്യാരക്ടർ, ദാറ്റ് ഈസ് വാങ്ക സുക്കോവ്. ദെൻ പ്ലേസ് അൽ-യഖീൻ ദ ഷൂമേക്കേഴ്സ് ഹൗസ് ഇൻ മോസ്കോ, മോസ്കോയിലെ അൽ-യഖീൻ എന്ന ഷൂമേക്കറുടെ വീടാണ് ഈ കഥ അരങ്ങേറുന്ന സ്ഥലം. ടൈം ക്രിസ്മസ് ഈവ്, ഒരു ക്രിസ്മസ് തലേ ദിവസം രാത്രി. ഹിസ് ഫാമിലി, പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് നമുക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്, അത് ഇവിടെ എഴുതി ചേർക്കുക. ഹീ ഈസ് ആൻ ഓർഫൻ, പ്രൊട്ടാഗണിസ്റ്റ് അഥവാ വാങ്ക എന്നുള്ള മെയിൻ ക്യാരക്ടർ, അവനൊരു അനാഥനാണ്. ഹി ഹാസ് ഓൺലി ഹിസ് ഗ്രാൻഡ് ഫാദർ അലൈവ് നൗ, അവൻ്റെ ഗ്രാൻഡ് ഫാദർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഹിസ് മെൻ്റൽ സ്റ്റേറ്റ്, അവൻ്റെ മാനസികാവസ്ഥ. ഡിസ്ട്രസ്ഡ് ബിക്കോസ് ഓഫ് ബീയിങ് എവേ ഫ്രം ഹിസ് ഓൺ വില്ലേജ്, സ്വന്തം ഗ്രാമത്തിൽ നിന്ന് അകലെയായതിനാൽ വളരെയധികം ഡിസ്ട്രസ്ഡ് ആണ്, മാനസിക പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. എഫ്രൈഡ് ഓഫ് ഹിസ് ക്രൂവൽ മാസ്റ്റർ ആൻഡ് മിസ്ട്രസ്, തൻ്റെ യജമാനനെയും യജമാനൻ്റെ ഭാര്യ മിസ്ട്രസിനെയും അവൻ വളരെയധികം ഭയപ്പെടുന്നു. അവർ വളരെ ക്രൂരമായിട്ടാണ് അവനോട് പെരുമാറുന്നത്. ഹിസ് ആക്ഷൻസ്, ആ കഥാപാത്രത്തിൻ്റെ സെൻട്രൽ ക്യാരക്ടറുടെ പ്രവൃത്തികൾ. ഹി ഈസ് ആൻ അപ്രൻറ്റിസ് ടു ദ ഷൂമേക്കർ, അൽ-യഖീൻ എന്ന ഷൂമേക്കറുടെ കീഴിൽ തൊഴിൽ പരിശീലകനാണ് വാങ്ക. ഹി ഈസ് സീക്രറ്റ്ലി റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ, ആരുമറിയാതെ രഹസ്യമായി അവൻ അവൻ്റെ ഗ്രാൻഡ് ഫാദർക്ക് ഒരു കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. Question 2. What were the specialities of the dog Eel? ഈൽ എന്ന ഡോഗിൻ്റെ സ്പെഷ്യാലിറ്റീസ്, പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ആൻസർ: ഈൽ വാസ് വണ്ടർഫുള്ളി റെസ്പെക്ട്ഫുൾ ആൻഡ് ഇൻസുനേറ്റിംഗ്. ഈൽ എന്ന ഡോഗ് ആളുകളോട് വളരെയധികം റെസ്പെക്റ്റ് പ്രകടിപ്പിക്കുന്ന, ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഇൻസുനേറ്റിംഗ്, ആളുകളുടെ അഫെക്ഷൻ, സ്നേഹം പിടിച്ചു പറ്റുന്ന ഒരു പെരുമാറ്റക്കാരനുമായിരുന്നു. ഹി ഹാഡ് ദ സെയിം അപ്പീലിംഗ് ഗ്ലാൻസ് ഓൺ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് അലൈക്ക്. സുഹൃത്തുക്കളോടും അപരിചിതരോടും എല്ലാം ഒരേ പെരുമാറ്റം, ഒരേ രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു അവൻ്റെ പക്കൽ നിന്നുണ്ടാകുന്നത്. ബട്ട് ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോ വൺ, പക്ഷെ അവൻ ആരിലും ഒരു ആത്മവിശ്വാസം ജനിപ്പിച്ചില്ല. ഹിസ് ഡെഫറൻഷ്യൽ മാനർ ആൻഡ് ഡോസിലിറ്റി വേർ പ്രിറ്റാക്സ് ഫോർ ഹിസ് കണ്ണിങ്നെസ് ആൻഡ് ഹോസ്റ്റിലിറ്റി. അവൻ്റെ ബഹുമാനം കാണിക്കുന്ന പെരുമാറ്റവും അവൻ്റെ അനുസരണയുമെല്ലാം തന്നെ അവൻ്റെ വികൃതിത്തരങ്ങൾക്കും ശത്രുതാഭാവത്തിനുമുള്ള ഒരു മൂടുപടം മാത്രമായിരുന്നു. ഹിസ് ഡെഫറൻഷ്യൽ മാനർ, റെസ്പെക്ട്ഫുൾ മാനർ ആൻഡ് ഡോസിലിറ്റി, ഒബീഡിയൻസ്, ഇതെല്ലാം തന്നെ വേർ പ്രിറ്റാക്സ്, വെറും അഭിനയം മാത്രമായിരുന്നു, പ്രിറ്റൻഷൻ മാത്രമായിരുന്നു. ഫോർ ഹിസ് കണ്ണിങ്നെസ് ആൻഡ് ഹോസ്റ്റിലിറ്റി, അവൻ്റെ നോട്ടിനെസ്, വികൃതിത്തരങ്ങൾ, ആൻഡ് ഹോസ്റ്റിലിറ്റി, എൻമിറ്റി, ശത്രുതാഭാവം. ഹി വാസ് ആഡപ്റ്റ് അറ്റ് ക്രീപ്പിംഗ് ഇൻ ടു ദി ഐസ് ഹൗസ് ഓർ സ്നാച്ചിങ് എ പെസൻസ് ചിക്കൻ. അവൻ ഐസ് ഹൗസുകളിലേക്ക് നുഴഞ്ഞു കയറാനും കർഷകരുടെ കോഴിയെ പിടിക്കാനുമൊക്കെ വളരെ ആഡപ്റ്റ്, സ്കിൽഫുൾ ആയിരുന്നു, വളരെ കഴിവുള്ള ഒരു ഡോഗായിരുന്നു. Question 3. Is there a shift in the setting of the story in paragraphs 3 and 4? കഥയുടെ 3-4 പാരഗ്രാഫിൽ സെറ്റിംഗ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? Where do the events take place? ആ പാരഗ്രാഫിൽ പറയുന്ന സംഭവങ്ങൾ എവിടെയാണ് അരങ്ങേറുന്നത്? ആൻസർ:
Yes, the setting is shifted from Moscow, where Vanga presently lives, to his village. അതെ, കഥയുടെ 3-4 പാരഗ്രാഫിൽ കഥയുടെ സെറ്റിംഗ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. വാങ്ക് ഇപ്പോൾ താമസിക്കുന്ന മോസ്കോയിൽ നിന്ന് അവൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്കാണ് ആ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. The events explained in paragraphs 3 and 4 takes place on the estate of a gentleman called Zivarov. കഥയുടെ 3-4 പാരഗ്രാഫിൽ പറയുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നത് വാങ്കയുടെ ഗ്രാമത്തിൽ സിവാരവ് എന്നറിയപ്പെടുന്ന ഒരു ജെന്റിൽമാൻ, ഒരു മാന്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത്. Question 4. How does grandfather create an atmosphere of fun and laughter? ഗ്രാൻഡ്ഫാദർ എങ്ങനെയാണ് തമാശകളുടെയും പൊട്ടിച്ചിരികളുടെയും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്? Answer. Vanga's grandfather always tried to fool the kitchen maids and cooks. വാങ്കയുടെ ഗ്രാൻഡ്ഫാദർ എല്ലായ്പ്പോഴും കിച്ചണിലെ സഹായികളായിട്ടുള്ള സ്ത്രീകളെയും അവിടെയുള്ള കുക്സ് ഇവരെയൊക്കെയും പറ്റിക്കാനും അവരുമായിട്ട് തമാശ ഒപ്പിക്കാനും അവരെ പരിഹസിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. He gives them snuff and breaks into jolly laughter when they sneeze. വാങ്കയുടെ ഗ്രാൻഡ്ഫാദർ അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സ്നഫ്, മൂക്കുപൊടി നൽകും. അവർ ആ മൂക്കുപൊടി വലിച്ച് സ്നീസ്, തുമ്മുന്നത് കാണുമ്പോൾ ഗ്രാൻഡ്ഫാദർ വളരെയധികം ആഹ്ലാദത്തോടു കൂടി പൊട്ടിച്ചിരിക്കും. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തമാശകൾ. Question 5. Pick out words and phrases used to describe the night. കഥയിൽ രാത്രി സമയത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും കണ്ടെത്തുക. Answer. It was a night. It was a dark night with gaily twinkling stars. നല്ല ഇരുണ്ട രാത്രിയായിരുന്നു അത്. നല്ല വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. The Milky Way stood out clearly. മിൽക്കി വേ വളരെ വ്യക്തമായിട്ട് കാണപ്പെട്ടു. As if newly scrubbed for the holiday and polished with snow. ഒരു ഹോളിഡേക്ക് വേണ്ടി, ഒരു ആഘോഷത്തിന് വേണ്ടി പുതുതായിട്ട് തേച്ചുരച്ച് കഴുകി വൃത്തിയാക്കിയ പോലെയായിരുന്നു മിൽക്കി വേ. അതോടൊപ്പം തന്നെ പോളിഷ്ഡ് വിത്ത് സ്നോ, മഞ്ഞുകൊണ്ട് പോളിഷ് ചെയ്ത പോലെ വളരെ വ്യക്തമായിട്ട് കാണുന്ന തരത്തിലായിരുന്നു. Question 6. What sort of a life did Vanga lead at the shoemaker's place? ഷൂമേക്കറുടെ വീട്ടിൽ ഏത് തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു വാങ്കയ്ക്ക് നയിക്കേണ്ടി വന്നിരുന്നത്? Answer. His life at the shoemaker's place was worse than a dog's. ഷൂമേക്കറുടെ വീട്ടിൽ വാങ്കയുടെ ജീവിതം ഒരു ഡോഗിന്റെ ജീവിതത്തെക്കാൾ മോശമായതായിരുന്നു. The master and mistress beat him and other apprentices made fun of him. വാങ്കയുടെ മാസ്റ്ററും മിസ്ട്രസും അവനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറി അവനെ എപ്പോഴും അടിക്കുമായിരുന്നു. മറ്റ് അപ്രന്റിസസ് അവനെ പരിഹസിക്കുമായിരുന്നു. Question 7. What, according to Vanga, would happen to him if his grandfather didn't take him back home? Why did he think so? വാങ്കയുടെ അഭിപ്രായത്തിൽ അവൻ്റെ മുത്തച്ഛൻ അവനെ ഗ്രാമത്തിലേക്ക്, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയില്ല എങ്കിൽ അവന് എന്ത് സംഭവിക്കുമായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവൻ കരുതിയത്? Answer. If his grandfather did not take him back home, he would die there. വാങ്കയുടെ മുത്തച്ഛൻ അവനെ തിരിച്ചു കൊണ്ടുപോയില്ല എങ്കിൽ ഷൂമേക്കറുടെ വീട്ടിൽ അവൻ മരിക്കുമായിരുന്നു. Vanga did not get proper food or sleep, and he was treated cruelly at Alyakin's place. അതിനുള്ള കാരണം വാങ്കയ്ക്ക് അവിടെ വേണ്ടത്ര ഭക്ഷണം, അതോടൊപ്പം തന്നെ വിശ്രമിക്കാനും ഉറങ്ങാനുമുള്ള സമയം ഇതൊന്നും ലഭിക്കുമായിരുന്നില്ല. മാത്രമല്ല എല്ലാവരും അവനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറി. അതുകൊണ്ടൊക്കെയാണ് അവൻ അവിടെ കിടന്ന് മരിക്കുമെന്ന് കരുതിയത്. Question 8. Why couldn't Vanga run away from the home of the shoemaker? ആ ഷൂമേക്കറുടെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടായിരുന്നു വാങ്കയ്ക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്? Answer. Vanga did not have a pair of boots and he was afraid of the severe frost outside. വാങ്കയ്ക്ക് ഒരു ജോഡി ബൂട്ട്സ് ഉണ്ടായിരുന്നില്ല.
മാത്രമല്ല പുറത്തുള്ള അതിശക്തമായ മഞ്ഞ്, തണുപ്പ് അവന് ഭയമായിരുന്നു. ബൂട്ട്സ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. സോ ഹി കുഡ് നോട്ട് റൺ അവേ ഫ്രം ദ ഷൂ മേക്കേഴ്സ് ഹൗസ്. അതുകൊണ്ടാണ് ഷൂ മേക്കറുടെ വീട്ടിൽ നിന്ന് അവന് ഓടി രക്ഷപ്പെടാൻ സാധ്യമാകാതിരുന്നത്. Question 9. Vanga is working for a shoemaker, but he doesn't have boots. What do you understand from this? വാങ്ക ഒരു ഷൂമേക്കറായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഷൂമേക്കറുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ബട്ട് he doesn't have boots. പക്ഷേ എന്നിട്ടും അവന് ബൂട്ട്സ് ഇല്ല. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആൻസർ: ദിസ് ഷോസ് ഹൗ മിസറബിൾ വാങ്കാസ് ലൈഫ് വാസ്. വാങ്കയുടെ ജീവിതം എത്രമാത്രം മിസറബിൾ, ദുരിതപൂർണമായിരുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഈവൻ ഇൻ ദ ഫ്രോസൺ ക്ലൈമറ്റ് ഹിസ് ക്രൂവൽ മാസ്റ്റർ ഡിഡ് നോട്ട് ഗിവ് ഹിം എ പെയർ ഓഫ് ബൂട്ട്സ്. അതിതീക്ഷ്ണമായ തണുപ്പുള്ള ആ കാലാവസ്ഥയിൽ പോലും അവൻ്റെ ക്രൂവൽ മാസ്റ്റർ, ക്രൂരനായ ആ യജമാനൻ, ഒരു ജോഡി ബൂട്ട്സ് അവന് നൽകിയിരുന്നില്ല. Question 10. What promises does Vanga make to his grandfather so that he would take him back home? തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വാങ്ക തൻ്റെ മുത്തച്ഛന് നൽകുന്ന പ്രോമിസസ് എന്തൊക്കെയാണ്? ആൻസർ: He promises that he will grind snuff for his grandfather. തൻ്റെ ഗ്രാൻഡ്ഫാദറിന് വേണ്ടി സ്നഫ് പൊടിച്ചു കൊടുക്കുമെന്ന് അവൻ പ്രോമിസ് നൽകുന്നു. He will look after his grandfather and will not let anyone to hurt him. മുത്തച്ഛനെ സംരക്ഷിക്കുമെന്നും മറ്റാരെയും മുത്തച്ഛനെ വേദനിപ്പിക്കാനോ ആക്രമിക്കാനോ അനുവദിക്കില്ല എന്നും അവൻ പ്രോമിസ് നൽകുന്നു. മാത്രമല്ല, he will pray for his soul when the grandfather dies. ഗ്രാൻഡ്ഫാദർ മരിക്കുമ്പോൾ ഗ്രാൻഡ്ഫാദറുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവൻ പ്രോമിസ് നൽകുന്നു. Question 11. What beautiful memories of Christmas does Vanga cherish? ക്രിസ്മസിനെ കുറിച്ച് എന്തെല്ലാം മനോഹര ഓർമ്മകളാണ് വാങ്ക മനസ്സിൽ താലോലിക്കുന്നത്? ആൻസർ: Vanga remembers how happy those days had been. ആ ക്രിസ്മസ് ദിനങ്ങൾ എത്രമാത്രം സന്തോഷപ്രദമായിരുന്നു എന്ന് വാങ്ക ഓർക്കുന്നു. Vanga used to go with his grandfather to cut a Christmas tree. ക്രിസ്മസ് ട്രീ വെട്ടുന്നതിന് ഗ്രാൻഡ്ഫാദറുടെ കൂടെ അവൻ പോകാർ പതിവായിരുന്നു. ആൻഡ് ഹി വുഡ് ഡെക്കറേറ്റ് ഇറ്റ് വിത്ത് ഹിസ് മദർ ആൻഡ് ഓൾഗ. എന്നിട്ട് തൻ്റെ അമ്മയോടൊപ്പം അതോടൊപ്പം തൻ്റെ കളിക്കൂട്ടുകാരി ഓൾഗയോടൊത്ത് എല്ലാവരും ചേർന്ന് ആ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാർ പതിവായിരുന്നു. Question 12. Who was Vanga's favorite? Why did he like her? വാങ്കയുടെ ഫേവറേറ്റ് ആരായിരുന്നു? Why did he like her? എന്തുകൊണ്ടാണ് അവളെ അവൻ ഇഷ്ടപ്പെട്ടത്? ആൻസർ: മിസ് ഓൾഗ ഇഗ്നത്യേവ്ന വാസ് വാങ്കാസ് ഫേവറേറ്റ്. ഓൾഗ ഇഗ്നത്യേവ്ന ആയിരുന്നു വാങ്കയുടെ ഫേവറേറ്റ്. ഷീ ഗേവ് ഹിം സ്വീറ്റ്സ്. അവൾ അവനിക്ക് മധുരപലഹാരങ്ങൾ നൽകുമായിരുന്നു. ആൻഡ് ടോട്ട് ഹിം ഹൗ ടു റീഡ്, റൈറ്റ് ആൻഡ് കൗണ്ട് ടു 100. മാത്രമല്ല, എഴുതാനും വായിക്കാനും 100 വരെ എണ്ണാനുമൊക്കെ അവൾ അവനെ പഠിപ്പിച്ചു. ഷീ ഓൾസോ ടോട്ട് ഹിം ഹൗ ടു ഡാൻസ് ദ കോഡ്രിൽ. മാത്രമല്ല, കോഡ്രിൽ എന്ന ഡാൻസ്, ആ നൃത്തവും അവന് പഠിപ്പിച്ചത് ഓൾഗയായിരുന്നു. Question 13. How did Vanga reach Moscow? വാങ്ക എങ്ങനെയാണ് മോസ്കോയിൽ എത്തിയത്? ആൻസർ: After the death of Vanga's mother Pelageya, he was sent down to the back kitchen to stay with his grandfather. തൻ്റെ അമ്മ പെലാഗയ മരണപ്പെട്ടതിനു ശേഷം വാങ്ക അവൻ്റെ മുത്തച്ഛനോടൊപ്പം ആ എസ്റ്റേറ്റ് വീട്ടിലെ അടുക്കളയിൽ താമസിക്കാൻ പറഞ്ഞയക്കപ്പെട്ടു. His grandfather later sent him to Moscow to be an apprentice to the shoemaker Alekhine. പിന്നീട് ആ മുത്തച്ഛനാണ് അവന് ഒരു തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി, അതായത് ഷൂ മേക്കിംഗ് പഠിക്കാൻ വേണ്ടി ഒരു അപ്രന്റിസ് ആയിക്കൊണ്ട് അല്യഖീൻ എന്ന ഷൂ മേക്കറുടെ അടുത്തേക്ക് മോസ്കോയിലേക്ക് അയച്ചത്. Question 14.
I have such a miserable life, worse than a dog's. What made Vanga say so? വാങ്ക പറയുന്നു, എൻ്റെ ജീവിതം വളരെ ദുരിതപൂർണമാണ്, ഒരു ഡോഗിൻ്റെ ജീവിതത്തെക്കാൾ മോശമാണ്. വാങ്കയെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ ഇടയാക്കിയ കാര്യം എന്താണ്? ആൻസർ: വാങ്കാസ് ലൈഫ് വാസ് വെരി മിസറബിൾ അറ്റ് അൽ യഖീൻസ് ഹൗസ്. അൽ യഖീൻ എന്നുള്ള ഷൂമേക്കറുടെ വീട്ടിൽ വാങ്കയുടെ ജീവിതം തീർത്തും മിസറബിൾ, ദുരിതപൂർണമായിരുന്നു. He did not get enough food and time to sleep. അവിടെ അവന് വേണ്ടത്ര ഭക്ഷണമോ ഉറങ്ങാനുള്ള സമയമോ കിട്ടുമായിരുന്നില്ല. The master and mistress always beat him and other apprentices made fun of him. അവൻ്റെ മാസ്റ്ററും മിസ്ട്രസും അവനെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു. മറ്റ് അപ്രന്റിസുകൾ അവനെ പരിഹസിക്കുമായിരുന്നു. In short, his life was worse than a dog's. ചുരുക്കത്തിൽ അവൻ്റെ ജീവിതം ഒരു ഡോഗിൻ്റെ ജീവിതത്തെക്കാൾ മോശമായിരുന്നു. Question 15. Do you think Vanga's letter will reach his grandfather? Why? വാങ്ക എഴുതിയ ലെറ്റർ അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുക്കിലേക്ക് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? Why? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? Answer: No. Vanga's letter will not reach his grandfather. വാങ്കയുടെ ലെറ്റർ അവൻ്റെ ഗ്രാൻഡ് ഫാദർക്ക് ലഭിക്കില്ല. അതിനുള്ള കാരണം, the letter did not have proper address or postage stamp. ആ ലെറ്റർ അവൻ പോസ്റ്റ് ചെയ്യുമ്പോൾ മതിയായ അഡ്രസ് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, പോസ്റ്റേജ് സ്റ്റാമ്പും പതിപ്പിച്ചിരുന്നില്ല. അക്കാരണത്താൽ തന്നെ ആ ലെറ്റർ ഗ്രാൻഡ് ഫാദർക്ക് ലഭിക്കില്ല. Question 16. What did Vanga dream about in his sleep? വാങ്ക തൻ്റെ ഉറക്കത്തിൽ എന്തിനെക്കുറിച്ചായിരുന്നു സ്വപ്നം കണ്ടത്? Answer: Vanga dreamed of his grandfather sitting on the stove ledge and reading his letter to the cooks. വാങ്ക സ്വപ്നം കാണുന്നത് അവൻ്റെ മുത്തച്ഛൻ അവൻ എഴുതിയ ആ കത്ത് അടുപ്പ് തറയിൽ ഇരുന്നു കൊണ്ട്, സ്റ്റവ് ലഡ്ജ്, അവിടെ ഇരുന്നു കൊണ്ട് കുക്സിന് വായിച്ചു കേൾപ്പിക്കുന്നതായിട്ടായിരുന്നു അവൻ സ്വപ്നം കണ്ടത്. The dog eel was walking forward and backward in front of the stove, wagging his tail. ആ സമയത്ത് ഈൽ എന്നുള്ള ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ വാലിളക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നതും അവൻ സ്വപ്നത്തിൽ കണ്ടു. Question 17. Does the reference to eel have any significance in the story? How? ഈൽ എന്ന ഡോഗിനെ കുറിച്ച റെഫറൻസ്, ആ പരാമർശം ഈ കഥയിൽ എന്തെങ്കിലും പ്രാധാന്യമുള്ളതാണോ? ഹൗ, എങ്ങനെയാണ് ആ പ്രാധാന്യം കൈവരുന്നത്? ആൻസർ: യെസ്. ഈൽ എന്നുള്ള ഡോഗിനെ കുറിച്ച പരാമർശത്തിന് ഈ കഥയിൽ പ്രാധാന്യമുണ്ട്. ഈൽ ഈസ് എ നോട്ടി ആൻഡ് കണിംഗ് ഡോഗ്. ഈൽ ഒരു വികൃതിയായ, തന്ത്രശാലിയായ ഒരു ഡോഗാണ്. ഹി ഓൾവേസ് ഗെറ്റ്സ് സിവിയർ പണിഷ്മെന്റ് ഫോർ നോട്ടിനെസ്. തൻ്റെ വികൃതിക്ക് എപ്പോഴും അവന് ശക്തമായ പണിഷ്മെന്റ്സും ലഭിക്കുന്നു. ബട്ട് ഹി ലിവ്സ് ഹാപ്പിലി. എന്നിട്ടും അവൻ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. പ്രയാസങ്ങളുണ്ടെങ്കിലും സന്തോഷം കൈവിടാതെ അവൻ ജീവിക്കുന്നു. ഈൽസ് ആറ്റിറ്റ്യൂഡ് ഈസ് ക്വൈറ്റ് ഓപ്പോസിറ്റ് ടു വാങ്കാസ്. എന്നാൽ ഈലിൻ്റെ ഈ കാഴ്ചപ്പാട് വാങ്കയുടെ കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. വാങ്ക ഈസ് ഓൾവേസ് സാഡ് ആൻഡ് ഡിസ്ട്രസ്ഡ്. വാങ്ക എപ്പോഴും ദുഃഖിതനും നിരാശനുമാണ്. അപ്പോൾ ഈൽ എന്നുള്ള ഈ ഡോഗ്, അതിൻ്റെ പ്രസൻസ് ഈ കഥയിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒരേ സാഹചര്യത്തിലുള്ള ദുഃഖത്തിലും പ്രയാസത്തിലും ഒരേ സാഹചര്യത്തിൽ പെടുമ്പോഴും രണ്ട് ആറ്റിറ്റ്യൂഡ് കാഴ്ചവെക്കാൻ സാധിക്കും. ചിലർക്ക് ദുഃഖവും നിരാശയുമായിട്ട് ജീവിക്കാം, മറ്റുള്ളവർ അതൊന്നും പ്രശ്നമാക്കാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇതോടുകൂടി വാങ്ക എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിച്ച് പൂർത്തീകരിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജുവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.